അവിടെ തിരച്ചിൽ 5-ാം നാൾ തുടരുകയാണ്. ഇന്നും ഇന്നലത്തേതിന് സമാനമായി 40 അംഗ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് സോണുകൾ തിരിച്ചുകൊണ്ട് വളരെ ഊർജിതമായി പരിശോധനകൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ചാലിയാറിൻ്റെ ഇരുഭാഗങ്ങളുള്ള കാടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് ഇന്നിപ്പോൾ മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും ഒക്കെ കിട്ടിയത്. ചുരൽമലയിലും ഒന്ന് കിട്ടി. പക്ഷേ ഇന്നലത്തേതിനത്രയും റിക്കവറി ഈ സമയം ഇന്ന് വരെ സാധ്യമാണോ എന്നറിയില്ല. എസ് വിജയകുമാർ ചേരുന്നുണ്ട്. വിജയകുമാർ, ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴും നമുക്കറിയില്ല വിജയകുമാർ, എത്രയാണ് മിസ്സിംഗ് കേസുകൾ? 200 എന്ന് പറയുന്നു. അവിടുത്തെ പ്രദേശവാസികൾ അതല്ല 300 അല്ല. ADGP MR അജിത് കുമാർ പറഞ്ഞത് 300-ന് മുകളിൽ എന്ന് പറയുന്നു. അവിടുത്തെ പ്രദേശവാസികൾ അതൊന്നുമല്ല, അതിന് മുകളിലാണ് കണക്കെന്ന് പറയുന്നു. നമുക്കിപ്പോഴും ആ വിഷയത്തിൽ ക്ലാരിറ്റി ഇല്ല. എന്തുകൊണ്ടാകാം മുഖ്യമന്ത്രി ദൗത്യം അവസാന ഘട്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? വിജയകുമാർ, ഇതിൽ ഇന്നൊന്നും കാര്യമായ എന്താണ് ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല ഇന്നത്തെ തെരച്ചിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ മണ്ണ് ഇളക്കി കുഴിച്ച് വളരെ താഴേക്കൊക്കെ നടത്തിയ പരിശോധനയിലും മനുഷ്യ സാന്നിധ്യമൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ് ഈ പുഴയുടെ ഏതാണ്ട് ഈ ഉരുൾപൊട്ടി വന്ന ഭാഗം മുതൽ ഇന്ന് താഴെ ചൂരൽമല മലയ്ക്ക് താഴെ വരെ വളരെ വിശദമായി വിവിധ ഏജൻസികളുടെ പരിശോധന, ഈ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നുള്ള പരിശോധന ഇന്ന് രാവിലെ മുതൽ തന്നെ തുടങ്ങിയതാണ്. പക്ഷേ ആ പരിശോധനയിലൊന്നും എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ മുണ്ടക്കൈ മേഖലയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ കാര്യമായ എന്തെങ്കിലും ഒരു റിസൾട്ട് ഇന്നത്തെ തെരച്ചിലിൽ ഉണ്ടായിട്ടില്ല. മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കുന്നുണ്ട്. വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ അതിനായി അവിടെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അത് വ്യാപകമായി അവിടെ ജോലി ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി. പക്ഷേ അതൊന്നും ഏതെങ്കിലും തരത്തിൽ വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ മനുഷ്യരൊക്കെ എവിടേക്ക് പോയി, എങ്ങനെ ഒഴുകിപ്പോയി എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതേസമയം ചാലിയാറിൽ നിന്ന് കൂടുതൽ മനുഷ്യ ശരീരം കിട്ടുകയോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കിട്ടുകയോ ഒക്കെ ചെയ്യുന്നതും കാണുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ നേരത്തെ ആർമി പറഞ്ഞിരുന്നു, ഞങ്ങൾ റിവർ വാലിയിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ റിവർ വാലി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ചൂരൽമല പുഴയല്ല, അതിനപ്പുറത്തേക്ക് അത് ചെന്ന് ചേരുന്ന താഴെ അങ്ങ് ചാലിയാറിന്റെ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ ഇനിയും കൂടുതൽ തിരയേണ്ടത് എന്നതാണോ അതിന്റെ സൂചന എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. ഇനിയിപ്പോഴത് ഈ പറയുന്ന ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന വിവിധ ഏജൻസികൾ ആലോചിച്ച് തീരുമാനമെടുത്ത് എന്താണ് അവരുടെ ഒരു നിലപാട് അറിയിക്കേണ്ടതാണല്ലോ. അപ്പോൾ അക്കാര്യം വരുന്നത് വരെ നമുക്ക് എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. പക്ഷേ ഇപ്പോഴും അങ്ങനെ എന്തെങ്കിലും വലിയ തോതിൽ ഇവിടെ ആളുകൾ കൂടി അല്ലെങ്കിൽ ആളുകൾ പെട്ടുപോയിട്ടുണ്ട് എന്ന തരത്തിലേക്ക് ഈ ഭാഗത്ത് ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയും അവർ വല്ലാതെ താഴ്ചയിലേക്ക് പോയിട്ടുണ്ടോ എന്നതൊക്കെയാണ് വലിയ ചോദ്യം. അങ്ങനെയാണെങ്കിൽ അവരെ എങ്ങനെ കണ്ടെത്തും എന്നത് വലിയ പ്രശ്നമാണ്. ഇന്നലെയും ഒക്കെയായി കുറെ ആളുടെ ചേതനേറ്റ ശരീരം ഇവിടെ കണ്ടെത്തിയിരുന്നു, ഇന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ മണ്ണിനടിയിൽ നിന്ന് വലിയ ഈ മനുഷ്യരുടെ ശരീരം ഇവിടുന്ന് കണ്ടെത്തും എന്നൊക്കെയായിരുന്നു നമ്മൾ ആശങ്കപ്പെട്ടത്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ അവരാരും തിരികെ വന്നിട്ടുമില്ല. അപ്പോൾ ഒരു ചോദ്യമുള്ളത് അവരെവിടേക്ക് പോയി എന്നുള്ളതാണ്. അവർ പോയിട്ടുണ്ടാവുക ചാലിയാറിന്റെ ഭാഗങ്ങളിലേക്കോ നിലമ്പൂർ കാടിന്റെ ഭാഗങ്ങളിലേക്കൊക്കെ അകപ്പെട്ടു പോയിട്ടുണ്ടാകാമോ എന്ന ഒരു സംശയം ഇപ്പോൾ കുറെ കൂടി ബലപ്പെടുന്നുണ്ട്. അത് ആ ശരിവെക്കുന്ന മട്ടിലാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളും വരുന്നത്. അപ്പോൾ അതിനൊപ്പം തന്നെ പ്രശ്നം, നമ്മൾ ഇനി എത്ര പേരെ കാണാനുണ്ട് എന്നത് സംബന്ധിച്ച് നമ്മളുടെ പക്കൽ കൃത്യമായ വിവരങ്ങളില്ല. അല്ല വിജയകുമാർ, ചാലിയാറിന്റെ ഇരുകഴകളിൽ ഇന്ന് പരിശോധന നടന്നു എന്ന് പറഞ്ഞാൽ ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് പരിശോധന ഇന്ന് ചാലിയാർ പുഴയോരങ്ങളിൽ നടന്നു. എന്നാൽ ഇന്നലെ കിട്ടിയ അത്ര റിക്കവറി ഇന്നുണ്ടായില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടണം എന്ന് പറയുന്നതല്ല. പക്ഷേ ഈ കാണാതായവരുടെ എണ്ണം ഏതാണ്ട് എറൗണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അത് കാര്യമായി കുറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ കളക്ടർ പറയുന്നുണ്ടായിരുന്നു, ഈ ആദ്യം വാണിംഗ് കൊടുത്തപ്പോൾ കുറച്ച് ബന്ധുക്കളൊക്കെ അവരുടെ ബന്ധുവീടുകളിലേക്ക് പോയെന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടുപിടിക്കാൻ അങ്ങനെ വലിയ ഭഗീരഥ പ്രയത്നമല്ല. ഈ പഞ്ചായത്തിൽ പേപ്പറുകളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ വലിയ ചോദ്യം എങ്ങനെയാണ് ഈ പറയുന്ന 3 സംഖ്യയിൽപ്പെട്ട ആളുകൾ എവിടെയാണ് എന്നൊരു ചോദ്യം അങ്ങനെ നിൽക്കുകയാണ് വിജയകുമാർ. അതാണ് കാശ്മീർ, കാണാതെ പോയവർ എവിടെ എന്നതൊരു ഉത്തരം വേണമല്ലോ. ഇപ്പോ ഒരു കുടുംബത്തിൽ 5 പേര് പോയി, അവർ ബന്ധുവീടുകളിലില്ല, ക്യാമ്പിലില്ല, ആശുപത്രിയിലില്ല, ഒരിടത്തുമില്ല. അപ്പൊ അവരെവിടെ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കരയിൽ തിരഞ്ഞ് കണ്ടെത്തിയില്ല, അപ്പൊ ഇതുവരെ അവരെ കിട്ടുന്നില്ല. അപ്പൊ അവരെവിടെ എന്ന്, ഇപ്പോൾ 5 പേര് ഒരു കുടുംബത്തിൽ നിന്ന് പോയവരെ തിരയുന്നുണ്ടെന്നുള്ള വിവരം അവരറിഞ്ഞാൽ അവരെവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഈ ജില്ലാ അതോറിറ്റിയോട് പറയുമല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന നാട്ടുകാരോടോ അയൽവക്കക്കാരോടോ ആരോടെങ്കിലും ഒക്കെ പറയുമല്ലോ. അപ്പോൾ അവരിവിടെ ഇല്ല, അവരെ കിട്ടുന്നില്ല, അവരെ കാണുന്നില്ല, അവരെവിടെ ഉണ്ടെന്ന് അറിയില്ല. അതാണ് പ്രശ്നം. അപ്പൊ അവരെ കണ്ടെത്തണം.
അങ്ങനെയുള്ള ഒത്തിരി കേസുകൾ ഇപ്പോൾ ആ കേസുകൾ അപ്പൊ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അത് എവിടെയായിരിക്കും അവരുണ്ടാവുക? ആ ചോദ്യത്തിനാണ് ആർമി റിവർ വാലി നമ്മൾ വിശദമായി സെർച്ച് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ആ സെർച്ചിങ് നടക്കുന്നുണ്ട്. ഇത് ഇന്നിപ്പോ ഈ ഭാഗത്ത് ഈ മുകളിൽ നിന്ന് ഇത് പൊട്ടി ഒഴുകി വന്നതിന്റെ അത് വന്ന് ആദ്യം ഡംപ് ചെയ്ത ഭാഗം തൊട്ട് താഴോട്ട് ചൂരൽമല ഏതാണ്ട് അത് താഴെ അങ്ങ് വളരെ താഴേക്ക് തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയും എന്തെങ്കിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കിട്ടിയ വിവരങ്ങൾ. ഈ മേഖലകളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാകുന്നത്. അട്ടമലയുടെ ഭാഗം വരെയൊക്കെ ഇത്തരത്തിൽ ഈ JCB പുഴയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ മണ്ണിന്റെ വലിയ കൂമ്പാരമുണ്ട്, അത് നീക്കം ചെയ്യുന്നുണ്ട്. വളരെ ആഴത്തിലേക്ക് ആ നീക്കം ചെയ്യുന്നത് നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും ഈ ഭാഗങ്ങളിൽ സംഭവിക്കുന്നില്ല എന്നതാണ് അവിടങ്ങളിലുള്ള ഗ്രൗണ്ട് റിയാലിറ്റി. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്നൊക്കെയുള്ള ഇന്നത്തെ തെരച്ചിലിന് വളരെ രാവിലെ പോയ സംഘങ്ങൾ തിരികെ വരുന്നതാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ പാലത്തിനക്കരെ കാണാം ധാരാളം ആളുകൾ മടങ്ങി വന്ന് അവിടെ നിൽക്കുന്നത്. JCB കുറെ വരുന്നുണ്ട്. അതിനിടയിൽ വേറൊരു വാഹനത്തിൽ കുറെ ആളുകൾ മുകളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള തെരച്ചിലിന് എന്തെങ്കിലും വേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ സമയം ഇത്രയുമായി. അപ്പോൾ തെരച്ചില് അവിടെ പകൽ വെളിച്ചത്തിൽ മാത്രമേ തിരയാൻ കഴിയൂ. നമ്മൾ ഇന്നലെ അവിടെ ചെന്നതാണ്. രാത്രിയിൽ അവിടെ തെരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കും. അത്രയും വല്ലാത്ത മോശം സാഹചര്യമാണ് ആ മേഖലയിലുള്ളത്. അപ്പോൾ ആ മേഖലയിൽ നിന്നൊക്കെ ഉള്ളവർ മടങ്ങി വരുന്നുണ്ട്. രാവിലെയൊക്കെ പോയവരാണ്. JCB വലിയ ഹിറ്റാച്ചി മെഷീനുകളൊക്കെ വരുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ മുണ്ടക്കൈ മേഖലയിൽ പുഞ്ചിരിമട്ടത്തൊക്കെ തെരച്ചിൽ നടത്തിയ ആദ്യ ഗ്രൂപ്പൊക്കെയാണ് ഇപ്പോൾ മടങ്ങി വരുന്നത്. അപ്പോൾ അവര് പാലത്തിലൂടെ ഇങ്ങക്കരയിലേക്ക് വരികയാണ്. തെരച്ചിൽ ഇപ്പൊ 2-3 ദിവസമായി വളരെ കാര്യക്ഷമമായ തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. രാവിലെ മുതൽ സംഘങ്ങളായി തിരിഞ്ഞ് പ്രദേശവാസികളെയും കൂടെ ചേർത്ത് അവർ പറയുന്ന ഇടങ്ങളിൽ പരിശോധന നടത്തിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഐബോർഡ് പരിശോധന ഇന്ന് നടക്കുമെന്നാണ് അറിഞ്ഞത്. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ ചാറുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അവിടെ അതിന് സാധ്യതയുണ്ടോ, അത് പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഐബോർഡ് പരിശോധന നടക്കാറുണ്ട്, റഡാറുകൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നു. മനുഷ്യ സാന്നിധ്യം. പക്ഷേ ഇതൊക്കെ ഈ മനുഷ്യൻ ഭൂമിക്കടിയിൽ മണ്ണിനടിയിൽ നിർജീവാവസ്ഥയിൽ കിടന്നാൽ, മൃതദേഹങ്ങളായി കിടന്നാൽ എങ്ങനെ കണ്ടെത്തും എന്നുള്ള ചോദ്യം ബാക്കിയാണ്. നമ്മളിത് ജീവൻ തിരയാൻ ഈ ദിവസങ്ങളിൽ അത് എത്രത്തോളം അങ്ങനെ പറയുന്നത് പ്രസക്തി ഉണ്ടോ എന്നും അറിയില്ല. രക്ഷാപ്രവർത്തനമെന്ന് ഇനി എങ്ങനെ അതിനെ പറയാൻ കഴിയുമെന്നും നമുക്കറിയില്ല. നമുക്ക് ആളെ കണ്ടെത്തണം. അത് ഏത് വിധേന കണ്ടെത്തുമെന്നറിയില്ല. എവിടെ തിരയണം, എങ്ങനെ തിരയണം, ആരെയാണ് തിരയുന്നത്, ഇക്കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ റവന്യൂ വകുപ്പൊക്കെ കുറെ കൂടി ആശയ വ്യക്തത വരുത്തേണ്ടി വരും. അക്കാര്യത്തിൽ ഒരു കണക്കിന്റെ അഭാവം ഈ രക്ഷാപ്രവർത്തനങ്ങളെ ഒക്കെ ബാധിക്കുന്ന സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സ്വാഭാവിക തെരച്ചിലിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഇന്നൊക്കെ അത് തന്നെയാണ് കണ്ടത്. അപ്പോൾ ഇനിയും എങ്ങനെ തന്നെയാണോ തിരയേണ്ടത് അതോ കുറെ കൂടി പ്രിസൈസ് ആയിട്ട് നമുക്ക് തിരയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ അത് എവിടെ, ആരെ എന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി കിട്ടേണ്ടത് ഈ പറയുന്ന അതോറിറ്റീസിൽ നിന്നാണ്, സിവിൽ അതോറിറ്റീസിൽ നിന്നാണ്. അവരുടെ പക്കലും അതിനൊരു പിക്ചറില്ല, ഒരു വ്യക്തതയില്ല എന്നതാണ് നമ്മളും ഈ ദിവസങ്ങളിൽ കാണുന്നത്. ഇന്നിപ്പോൾ സൂചിപ്പാറയിലെ ദൗത്യത്തിന് ശേഷം ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഇറങ്ങി അവരെ ഇവിടെ തിരികെ വിട്ടു. അവരെ ആശുപത്രിയിലേക്ക് ആർമിയുടെ ആംബുലൻസിൽ പോയിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു ഹെലികോപ്റ്റർ കൂടി ഈ ഭാഗത്തൂടെ 1-2 തവണ ഒരു ഏരിയൽ സർവേ നടത്തി പോയിരുന്നു. നമ്മൾ അത് വീണ്ടും ഇവിടെ ഇറങ്ങുമെന്നാണ് കരുതിയത്, പക്ഷെ ഇറങ്ങിയില്ല. ഇറങ്ങാൻ അത് ശ്രമിച്ചിരുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ അത് കുറെ കൂടി ഹെവി ആയ ഒരു ഹെലികോപ്റ്ററാണ്, കുറെ വലുതാണ്. അതുകൊണ്ട് അതിനവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ദൗത്യവുമായി വന്നതാണോ എന്നറിഞ്ഞുകൂടാ. ഇനിയും ഇറങ്ങാൻ ശ്രമിക്കുമോ എന്നറിഞ്ഞുകൂടാ. കുറെ മൂടൽമഞ്ഞ് ഇങ്ങോട്ട് വ്യാപിക്കുന്നുണ്ട് മലയുടെ മുകളിൽ നിന്ന്. നല്ല മഴക്കാറുമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇനി മഴ സജീവമാകുമോ എന്നും അറിയില്ല. എന്തായാലും ഇതുവരെ ദൗത്യം നന്നായി നടന്നു. ഇന്ന് കാര്യമായ തടസ്സങ്ങളൊന്നും ഇടയ്ക്കുണ്ടായില്ല. മഴ പെയ്തില്ല, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ അങ്ങനെ വലിയ റിക്കവറി ഉണ്ടായിട്ടില്ല, വലിയ റിസൾട്ട് ഉണ്ടായിട്ടില്ല. അതാണ് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി. ഹാഷ്മി.